നമസ്കാരം. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ പോലീസ് റെയ്ഡിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ SFIക്കാർ അറസ്റ്റിലായതോടെ സംഭവം രാഷ്ട്രീയമായും വിവാദമാവുകയാണ്. ഹോസ്റ്റലിൽ പരസ്യമായി തന്നെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്നാണ് സൂചന. വിദ്യാർത്ഥികൾ തന്നെ നൽകിയ രഹസ്യ വിവരത്തിന് പിന്നാലെയാണ് പരിശോധന നടന്നതെന്നാണ് വിവരം. കോളേജിൽ ഇന്ന് നടക്കാനിരുന്ന ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ പണപ്പിരിവ് നടന്നിരുന്നു. 250 രൂപ മുതൽ 500 രൂപ വരെയായിരുന്നു പിരിവ് നടന്നത്. ഇതിൽ കഞ്ചാവ് വേണ്ടവർ 500 രൂപ വരെ നൽകണമായിരുന്നു. ഇക്കാര്യം വിദ്യാർത്ഥികളിൽ ചിലർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച വിവരം അറിഞ്ഞതോടെ പോലീസ് വൻ സന്നാഹമായി എത്തി ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തി. 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശി ആദിത്യൻ, കൊല്ലം സ്വദേശികളായ ആകാശ്, അഭിരാജ് എന്നിവരാണ് പിടിയിലായത്. ഇതിൽ പിടിയിലായ അഭിരാജ് കോളേജ് യൂണിയൻ ഭാരവാഹിയാണ്. യൂണിയൻ ജനറൽ സെക്രട്ടറിയും SFI പ്രവർത്തകനുമായ അഭിരാജ് 3ാം വർഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. പിടിയിലായ ആദിത്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ആകാശിന്റെ പക്കൽ നിന്ന് 1 കിലോ 909 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. ആദിത്യന്റെയും അഭിരാജിന്റെയും പക്കൽ നിന്ന് 9.9 ഗ്രാം വീതമാണ് കണ്ടെടുത്തത്. പിടികൂടിയ കഞ്ചാവിന്റെ അളവ് 1 കിലോയിൽ കുറവായതിനാൽ ആദിത്യനും അഭിരാജിനും ജാമ്യം ലഭിച്ചു. അതേസമയം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവും മദ്യവും പിടിച്ചെടുത്ത സംഭവത്തിൽ വിശദീകരണമായി പ്രിൻസിപ്പൽ അജു തോമസും രംഗത്ത് വന്നു. കോളേജ് ഹോസ്റ്റലിലേക്ക് വേണ്ടിയായിരിക്കില്ല കഞ്ചാവ് കൊണ്ടുവന്നതെന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നതാകാമെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 51 ഏക്കർ സ്ഥലമാണ് ഇവിടെയുള്ളത്. ചുറ്റുമതിലും സെക്യൂരിറ്റിയുമുണ്ട്. എങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വന്നോ എന്ന് പറയാൻ പറ്റില്ല. സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡന്മാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ആകെ 60 പേരാണ് ഹോസ്റ്റലിലുള്ളത്. അവരെല്ലാവരും കഞ്ചാവ് ഉപയോഗിക്കണമെന്നില്ല. സംഭവത്തിൽ അക്കാദമിക് കൗൺസിൽ യോഗം ചേർന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കും. പിടിയിലായവർ 3ാം വർഷ വിദ്യാർത്ഥികളാണ്. അവരുടെ ഭാവിയെ ബാധിക്കാത്ത തരത്തിലായിരിക്കും നടപടിയെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. സംഘടനകളും യൂണിയനുകളും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഏതോ ഒരു കുട്ടിയെ പിടിച്ചു എന്ന് കരുതി അതിൽ യൂണിയനും സംഘടനയ്ക്കും ബന്ധമുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഏതോ ഒരു കുട്ടി പെട്ടു എന്നതിലപ്പുറമൊന്നും കാണാൻ പറ്റില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. ഹോസ്റ്റലിൽ നിന്ന് മദ്യവും ഗർഭനിരോധന ഉറയും പിടികൂടിയിരുന്നു. വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് പാക്കറ്റുകളിൽ ആക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. 2 കിലോയോളം കഞ്ചാവാണ് ഹോസ്റ്റലിൽ നിന്ന് പോലീസ് പിടികൂടുന്നത്. സംഭവത്തിൽ 2 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ആലപ്പുഴ സ്വദേശി ആദിത്യൻ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരെയാണ് ജാമ്യത്തിൽ വിട്ടത്. അഭിരാജും ആദിത്യനും ഒരു മുറിയിലാണ് താമസിക്കുന്നത്. തൻ്റെ മുറിയിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചെടുത്തതെന്നാണ് അഭിരാജ് പറയുന്നത്. ശനിയാഴ്ച SFI യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു. തങ്ങൾ അതിൻ്റെ കൊടിതോരണങ്ങൾ കിട്ടുന്ന തിരക്കിലായിരുന്നു. ഇതിനിടയിൽ ആരോ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചതാണെന്നും കരുതുന്നുവെന്ന് അഭിരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ആകാശിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. സാധാരണ പോലീസ് കോളേജുകളിൽ ഇത്തരത്തിൽ പരിശോധന നടത്താറില്ല. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന കാര്യം മനസ്സിലായത്. തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. കേസിൽ 2 FIR ആണ് ഇട്ടിരിക്കുന്നത്. SFI നേതാവ് അടക്കമുള്ളവരിൽ നിന്നും പിടിച്ചെടുത്ത 9 ഗ്രാമിൻ്റേത് ഒരു FIR-ഉം ആകാശിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് മറ്റൊരു FIR-ഉമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒറ്റ FIR ആയിട്ടാണ് ഇട്ടിരുന്നതെങ്കിൽ 3 പേർക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു. SFI നേതാവിനെ രക്ഷിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. എല്ലാവരും അവസാന വർഷ വിദ്യാർത്ഥികളാണ്. ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്കും കോളേജ് അധികൃതർ കടന്നേക്കും.